ഹായ്, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രെഡ് സ്റ്റേറ്റ്സ് ആണ്. ഓൾറെഡി നമ്മൾ എന്താണ് ത്രെഡ്, മൾട്ടി ത്രെഡിങ് എന്താണെന്നൊക്കെ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്ത ആളുകൾ എന്ത് ചെയ്യുക, അതെന്തായാലും കേൾക്കുക. ഓക്കെ, അതേപോലെ തന്നെ നോട്ട് എന്ത് ചെയ്യുക, എഴുതിയെടുക്കുക. എന്നിട്ട് വേണം ഈ വീഡിയോസ് കേൾക്കാൻ. അപ്പോഴേ എന്താവുള്ളൂ, ഒന്നുകൂടി മനസ്സിലാവും. അപ്പോൾ എന്തായാലും നമ്മൾ ഇതിനു മുമ്പ് ത്രെഡ് എന്താണെന്നും ഒക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അപ്പോൾ അതൊന്നും എന്ത് ചെയ്യുക, കേൾക്കുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ത്രെഡ് സ്റ്റേറ്റ്സ് ആണ്. എ ത്രെഡ് പാസ് ത്രൂ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഡ്യൂറിങ് ഇറ്റ്സ് ലൈഫ് സൈക്കിൾ. അതിൻ്റെ ലൈഫ് സൈക്കിൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റേജിലൂടെ എന്ത് ചെയ്യും, അത് കടന്നു പോകും. അപ്പോൾ അതിൻ്റെ ഓരോ സ്റ്റേജിലും ദിസ് സ്റ്റേറ്റ്സ് ഡിസ്ക്രൈബ് ദ എക്സിക്യൂഷൻ സ്റ്റാറ്റസ് ഓഫ് ദി ത്രെഡ്. ഈ സ്റ്റേറ്റ് എന്താ ഡിസ്ക്രൈബ് ചെയ്യുന്നത്, അതിൻ്റെ എക്സിക്യൂഷൻ സ്റ്റാറ്റസാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഇന്ന സ്റ്റേജിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റേജിൽ അത് അതിൻ്റെ ഏത് എക്സിക്യൂഷൻ സ്റ്റേജാണ് എന്നുള്ളത് എന്ത് ചെയ്യും, മനസ്സിലാക്കാൻ കഴിയും ആ ലൈഫ് സൈക്കിളിലൂടെ. ആ ഒരു സ്റ്റാറ്റസിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ബ്ലോക്ക്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റാണ്. അപ്പോൾ എന്ത് ചെയ്യും, നമുക്കറിയാം ത്രെഡ് എന്ത് ചെയ്യുക, ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് എന്തോ ഒരു ഇവൻറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ എക്സിക്യൂഷൻ്റെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലോക്ക്ഡ് സ്റ്റേറ്റ് ആണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റേറ്റ് എന്ന് പറയുന്നത്, ത്രെഡിൻ്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. മെയിനായിട്ടും 5 സ്റ്റേറ്റാണ് ഉള്ളത്. ന്യൂ സ്റ്റേറ്റ്, റെഡി അല്ലെങ്കിൽ റണ്ണബിൾ, റണ്ണിങ് സ്റ്റേജ്, അതേപോലെ തന്നെ റണ്ണിങ് സ്റ്റേറ്റ് കഴിഞ്ഞതിന് ശേഷം അടുത്തൊന്ന് എന്ത് ചെയ്യുക, വെയിറ്റിംഗ് അല്ലെങ്കിൽ ബ്ലോക്ക്ഡ്, പിന്നെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെർമിനേറ്റഡ് അല്ലെങ്കിൽ ഡെഡ് സ്റ്റേറ്റ്. അങ്ങനെ 5 സ്റ്റേറ്റ് ഉള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, ഡയഗ്രത്തിലൂടെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. അതിന് മുമ്പ് ജസ്റ്റ് എന്താണെന്നില്ല നമുക്കൊന്ന് പറഞ്ഞു പോവാം. ന്യൂ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രെഡ് ഈസ് ക്രിയേറ്റഡ് ബട്ട് ഹാസ് നോട്ട് സ്റ്റാർട്ട് എക്സിക്യൂഷൻ യെറ്റ്. ത്രെഡ് ക്രിയേറ്റ് ചെയ്തു, പക്ഷേ എക്സിക്യൂഷൻ എന്ത് ചെയ്തിട്ടില്ല, സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ദാറ്റ് ഈസ് സ്റ്റാർട്ട് എന്നുള്ള മെത്തേഡിന് എന്ത് ചെയ്യാം, ഇത് കോൾ ചെയ്തിട്ടില്ല. ഓക്കെ, രണ്ടാമത്തെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡി അല്ലെങ്കിൽ റണ്ണബിൾ സ്റ്റേറ്റ് ആണ്. ത്രെഡ് ഈസ് ആക്റ്റീവ്ലി എക്സിക്യൂഷൻ ഇറ്റ്സ് ടാസ്ക്. അല്ലേ, അതെന്ത് ചെയ്യുക, ത്രെഡ് എക്സിക്യൂട്ട് ചെയ്തു. ഇറ്റ് ഈസ് റെഡി ടു റൺ ദ ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ ദ CPU ഷെഡ്യൂളിങ്. അതെന്ത് ചെയ്യുക, റെഡിയാണ്, റെഡി ടു റൺ ആണ്. പിന്നെ എന്താണ് വെയിറ്റിംഗ്, എന്താണ് ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ ദ CPU റിസോഴ്സസ് ഫോർ ദ ഷെഡ്യൂളർ. CPU ഷെഡ്യൂളറിൻ്റെ എന്ത് ചെയ്യുക, റിസോഴ്സിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതും കൂടി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താവും, റണ്ണിങ് സ്റ്റേജ് ആവും. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റണ്ണിങ് സ്റ്റേറ്റ് ആണ്. ദ ത്രെഡ് ഈസ് കറൻ്റിലി എക്സിക്യൂട്ടഡ് ഓൺ ദി CPU എന്ത് ചെയ്യുക, ഈ ത്രെഡ് എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങി. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്ക്ഡ് അല്ലെങ്കിൽ വെയിറ്റിംഗ് സ്റ്റേറ്റ്. ഈ സ്റ്റേറ്റിൽ എന്ത് ചെയ്യുക, എക്സിക്യൂഷൻ എന്ത് ചെയ്യുക, ഒരു വെയിറ്റിംഗ് സ്റ്റേജിൽ കിടക്കുകയാണ്. വെയിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബ്ലോക്ക്ഡ് സ്റ്റേറ്റ് ആണ്. എങ്ങനെയൊക്കെ ബ്ലോക്കിങ്ങിൽ വെയിറ്റിംഗ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ത്രെഡ് ഈസ് വെയിറ്റിംഗ് ഫോർ ദ ഇവൻറ്റ് ഓർ റിസോഴ്സസ്. ഇവൻറ്റിനെ അല്ലെങ്കിൽ റിസോഴ്സസിനെ എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ദാറ്റ് മീൻസ് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റിസോഴ്സസ് ഓൾറെഡി വേറെ ത്രെഡോ അല്ലെങ്കിൽ പ്രോസസ്സോ എന്ത് ചെയ്യുക, യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം എന്താവുള്ളൂ, ആ റിസോഴ്സസ് ഈ ത്രെഡിന് കിട്ടുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചെങ്കിൽ വെയിറ്റിംഗ് ഫോർ IO ഓപ്പറേഷൻസ്. ഒരു IO ഓപ്പറേഷന് വേണ്ടിയിട്ട് IO ഓപ്പറേഷൻസിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, വെയിറ്റിംഗ് ഫോർ ദ യൂസർ ഇൻപുട്ട്. വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്തു, യൂസർ ഇൻപുട്ട് സ്വീകരിക്കാൻ വേണ്ടി ഒന്നും യൂസർ എന്ത് ചെയ്തിട്ടില്ല, ഇൻപുട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോഴും എന്തുണ്ടാവും, ഈ പ്രോസസ്സ് എന്തുണ്ടാവും, ഒരു ബ്ലോക്ക്ഡ് അല്ലെങ്കിൽ വെയിറ്റിംഗ് സ്റ്റേജിലായിരിക്കും നിൽക്കുക. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് എന്ത് ചെയ്യും, വീണ്ടും എക്സിക്യൂട്ട് ചെയ്ത് പോകും. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെർമിനേറ്റഡ് അല്ലെങ്കിൽ ഡെഡ് സ്റ്റേറ്റ്. അപ്പോൾ എന്ത് ചെയ്യുക, എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി പോയിട്ടുള്ളതാണ് കംപ്ലീറ്റഡ്. ദ ത്രെഡ് ഹാസ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ഇറ്റ്സ് എക്സിക്യൂഷൻ ഓർ വാസ് അബ്നോർമലി അബോർട്ടഡ്. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അബ്നോർമലായിട്ട് എന്ത് ചെയ്യുക, എക്സിറ്റായി പോവുകയോ അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ പോയി. ഓക്കെ, അങ്ങനെ വരുന്ന സ്റ്റേജാണ് ടെർമിനേറ്റഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കിത് എന്ത് ചെയ്യുക, ഒരു ഡയഗ്രം ഉണ്ട്. ഡയഗ്രം ഇമ്പോർട്ടൻ്റ് ആണ്, ഡയഗ്രം നോക്കി വെച്ചാൽ മതി. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ ത്രെഡ് അവിടെ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, സ്റ്റാർട്ട് എന്നുള്ള മെത്തേഡിന് എന്ത് ചെയ്തു, കോൾ ചെയ്യാൻ നിൽക്കുകയാണ്. എന്നിട്ട് അടുത്ത റണ്ണബിൾ സ്റ്റേറ്റിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, പ്രോസസ്സ് റൺ ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, റണ്ണെന്നില്ല. അപ്പോൾ എന്ത് ചെയ്തു, ന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ട് എന്നുള്ള മെത്തേഡ് കോൾ ചെയ്തു, എന്ത് ചെയ്തു, റണ്ണബിൾ എന്നുള്ള സ്റ്റേജിലോട്ട് എത്തി. അവിടുന്ന് എന്ത് ചെയ്യുക, റണ്ണ് എന്നുള്ള മെത്തേഡ് എന്ത് ചെയ്യുക, കോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് എന്ത് ചെയ്തു, റണ്ണിങ് സ്റ്റേജിലാണ്. റണ്ണിങ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ്സ് ഇങ്ങനെ നോർമലായിട്ട് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ ഒരു റണ്ണബിൾ സ്റ്റേറ്റിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് സ്ഥലത്തൊക്കെ നമുക്ക് പോവാം. ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ന്യൂൻ്റെ കേസിലും അങ്ങനെ തന്നെ ആയിരിക്കും. ന്യൂ എന്നല്ല, ഒരു സ്റ്റേറ്റ് ഒരു ത്രെഡ് എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ന്യൂ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് സ്റ്റാറ്റസിലോട്ട് ഇത് പോകും. ഒന്ന് എന്ത് ചെയ്യുക, റണ്ണബിൾ സ്റ്റേറ്റിലോട്ടും പോകും, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നേരെ ഡെഡ് അല്ലെങ്കിൽ ടെർമിനേറ്റഡ് ആ സ്റ്റോപ്പിലോട്ട് പോവാം. അപ്പോൾ എന്ത് ചെയ്തു, ക്രിയേറ്റ് ചെയ്ത് ആ സമയത്ത് തന്നെ ത്രെഡ് എന്ത് ചെയ്തു, ഡിലീറ്റ് ചെയ്ത് കളയാണ്. ഓക്കെ, ഡിലീറ്റ് ചെയ്ത് കളയാം. ഇനി എന്ത് ചെയ്യുക, റണ്ണബിൾ സ്റ്റേറ്റ്, അതായത് സ്റ്റാർട്ട് എന്നുള്ള മെത്തേഡ് കോൾ ചെയ്തു, അങ്ങനെ എന്ത് ചെയ്തു, റണ്ണബിൾ സ്റ്റേറ്റിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രണ്ട് സ്റ്റേറ്റിലോട്ട് നമുക്ക് പോകാൻ പറ്റും. ഒന്നെങ്കിൽ എന്ത് ചെയ്യുക, റണ്ണബിളിന് നേരെ സ്റ്റോപ്പ് പോവുക, അതായത് പിന്നെ ബാക്കി മുന്നോട്ട് പോകാതെ എന്ത് ചെയ്യുക, സി പി അത് ഒഴിവാക്കി വിടുകയാണ്, ആ പ്രോസസ്സിനെ കില്ല് ചെയ്യാണ്. അങ്ങനെ വെച്ചെങ്കിൽ എന്ത് ചെയ്യുക, ഡെഡ് ലൈസിന് പോവുക, അതല്ലെങ്കിൽ എന്ത് ചെയ്യുക, റണ്ണിങ് സ്റ്റേജിലോട്ട് പോകും. അപ്പോൾ റണ്ണബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് എന്ത് ചെയ്യുക, സി പി യുവിൻ്റെ റിസോഴ്സസ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, അടുത്ത് നേരെ റണ്ണിങ് സ്റ്റേജ്. അപ്പോൾ അങ്ങോട്ട് കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൺ എന്ന് പറഞ്ഞ മെത്തേഡ് കോൾ ചെയ്യുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യുക, അത് റണ്ണിങ് സ്റ്റേജിലോട്ട് കയറുന്നു. ഈ റണ്ണിങ് സ്റ്റേജിൽ നിന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യുക, തിരിച്ചും റണ്ണബിളിലോട്ട് എന്ത് ചെയ്യുക, തിരിച്ചു വരാം. അപ്പോൾ എന്ത് ചെയ്യുക, സി പി യു ഷെഡ്യൂൾ ചെയ്ത സമയം വെയിറ്റ് ചെയ്യുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കേസ് ഇട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും വരും. ഇനി എന്ത് ചെയ്യുക, റണ്ണിങ് സ്റ്റേജിൽ നിന്ന് എന്ത് ചെയ്യുക, രണ്ട് സ്റ്റേറ്റിലോട്ട് അവിടുന്ന് പോവുക. അവിടുന്ന് വേണമെങ്കിൽ എവിടുന്ന് വേണമെങ്കിലും ഇത് എന്ത് ചെയ്യുക, എക്സിക്യൂഷൻ എൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അവിടുന്ന് കഴിഞ്ഞു, എന്ത് ചെയ്തു, വെയിറ്റിങ്ങോ കാര്യങ്ങളൊന്നുമില്ല, കംപ്ലീറ്റ് പ്രോസസ്സ് എന്ത് ചെയ്തു, എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ അവിടുന്ന് നേരെ എന്ത് ചെയ്യും, എൻഡ് എക്സിക്യൂഷൻ എന്ത് ചെയ്തു, നേരെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയിട്ട് പോയി. ഇനി അതല്ല, എന്തെങ്കിലും റിസോഴ്സസ് വെയിറ്റ് ചെയ്യേ, അതായത് ഇപ്പോൾ യൂസർ ഇൻപുട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെന്ന് വെച്ചെങ്കിൽ അവിടുന്ന് നേരെ റണ്ണിങ്ങിന് നേരെ ബ്ലോക്ക്ഡ് സ്റ്റേറ്റാണ്. അതായത് അവിടെ രണ്ട് മെത്തേഡാണ് ഉണ്ടാവുക, സസ്പെൻഡഡും ഉണ്ടാവും, വെയിറ്റിംഗ് ഉണ്ടാവും. സസ്പെൻഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ എന്തെങ്കിലും ഒരു സി പി യു ഷെഡ്യൂൾ ചെയ്ത് എന്തെങ്കിലും റിസോഴ്സസോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുക, ഇങ്ങനത്തെ കേസിലും സസ്പെൻഡഡാണ്. വെയിറ്റിങ്ങും അതേപോലെ തന്നെ ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ സസ്പെൻഡഡ് എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ ഇതിൻ്റെ മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് നോക്കിയാൽ മതി, അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എന്താണെന്നില്ല മനസ്സിലാവും. അപ്പോൾ എന്ത് ചെയ്യുക, റണ്ണിങ്ങിന് പിന്നെ ബ്ലോക്ക്ഡ് സ്റ്റേറ്റിലോട്ട് വരും. ബ്ലോക്ക്ഡ് സ്റ്റേറ്റിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് എന്തുണ്ടാവും, തിരിച്ച് എങ്ങോട്ടാണ് വരിക, നേരെ റണ്ണബിളിലോട്ടാണ് വരിക. ഓക്കെ, റണ്ണബിളിലോട്ട് വരുന്നു, സി പി യുവിൻ്റെ അടുത്ത ടൈം ഷെഡ്യൂളിങ് കൊടുക്കുന്നു. അപ്പോൾ ഈ റണ്ണിങ് സ്റ്റേറ്റിനെ സസ്പെൻഡർക്ക് ഇങ്ങോട്ടൊക്കെ മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഓൾറെഡി ഈ പ്രോസസ്സ് അല്ലെങ്കിൽ ഈ ത്രെഡ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സി പി യു ടൈം ഷെഡ്യൂൾ കൊടുത്തിട്ടുണ്ടായിരിക്കും, ഒരു ടൈം കൊടുത്തിട്ടുണ്ടാകും. ആ ടൈമിൻ്റെ അടുത്ത് എന്തില്ല, ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല വെച്ചെങ്കിൽ ഇതിനെ സസ്പെൻഡഡ് സ്റ്റേറ്റിലോട്ടാണ് മാറ്റുക. ഓക്കെ, അതേപോലെ തന്നെ എന്ത് ചെയ്യുക, യൂസർ ഇൻപുട്ടാണെന്ന് വെച്ചെങ്കിൽ അത് വെയിറ്റിംഗ് സ്റ്റേജിലോട്ടായിരിക്കും. അപ്പോൾ അവിടേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ റണ്ണബിളിലോട്ടാണ് വരിക. റണ്ണബിളിൽ വരുന്നു, അടുത്ത സി പി യുവിൻ്റെ അടുത്ത ടൈമും കാര്യങ്ങളൊക്കെ എടുക്കുന്നു, എന്നിട്ട് അവിടുന്ന് എന്ത് റൺ ചെയ്യുന്നു. അങ്ങനെ റൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻഡ് ചെയ്ത് പോകും. ഇനി അതെല്ലാം ബ്ലോക്ക് സ്റ്റേജിൽ നിന്ന് എന്ത് ചെയ്യുക, നമുക്ക് അവിടുന്ന് എന്ത് ചെയ്യുക, നേരെ സ്റ്റോപ്പ് ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നേരെ എന്തുണ്ടാവും, പ്രോസസ്സ് എൻഡാവും, ഡെഡ് സ്റ്റേറ്റിലോട്ടോ അല്ലെങ്കിൽ ടെർമിനേറ്റ് ആ സ്റ്റേറ്റിലോട്ടോ എന്തുണ്ടാവും, ഇത് മാറും. അപ്പോൾ ഇതാണ് 5 സ്റ്റേറ്റ്. ഈ ഡയഗ്രം എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഓരോ സ്റ്റേജിൻ്റെ ഇടയിലും വരുന്ന ആ ഫങ്ഷൻസ് ഏതാണ് എന്നുള്ളത് എന്ത് ചെയ്യുക, മെത്തേഡുകൾ, ഫങ്ഷൻസ് അല്ല മെത്തേഡുകൾ ഏതൊക്കെയെന്നുള്ളതും എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഈ ഡയഗ്രം വരച്ചിട്ട് എന്ത് ചെയ്യണം, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മളെ ത്രെഡിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ത്രെഡ്സ് ആണ് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു.